ഒരു കാര്യം ചിന്തിച്ചാൽ മതി, കണ്ണൂർ തന്നെ 3 ഷോറൂം ഇവർക്ക് ഉണ്ടെങ്കിൽ അല്ലെ, 3 ഷോറൂം ഇവർക്ക് ഉണ്ടെങ്കിൽ എത്രത്തോളം ഇവരെ മാർക്കറ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് തന്നെ പോയ ഷോപ്പിൽ തന്നെ നമുക്ക് ഫുള്ള് ഇറ്റാലിയൻ ഐറ്റംസ് അല്ലെ, ഇറ്റാലിയൻ മാർബിൾസ് മാർബിൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് മാത്രമാണ് വരുന്നത്. അതില് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഗ്രേഡഡ് ആയിട്ട് നാട്ടിൽ കിട്ടാത്ത, നാട്ടിൽ കാണാത്ത, പൊതുവെ കാണാത്ത ഐറ്റംസ്, വെറൈറ്റി സെലക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഏറ്റവും ട്രെൻഡിങ് എക്സോട്ടിക് മാർബിൾ തന്നെ അടിപൊളിയായിട്ട് പോകുന്ന സാധനം. ഈ ഐറ്റാണ് ഏറ്റവും കൂടുതൽ ഇറ്റാലിയനിൽ പോണത് അല്ലെ. അതെ, കാറ്റഗറി നല്ല ഇതൊക്കെ ഒരു വെറൈറ്റി സാധനം അല്ലേ. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കളേഴ്സ് വരുന്നുണ്ട്. ക്രീം ഉണ്ട്, ബ്ലൂ കളർ ഉണ്ട്, റെഡ് ഉണ്ട്, ഇനി വൈറ്റ് സ്പോട്ടും ഉണ്ട്. വെറൈറ്റി ഐറ്റംസ് ആണ്. ഓക്കെ, ഇത് ബ്രഷ് ഓണിച്ചിട്ടാണ് കാറ്റഗറി. ഒരു ഐറ്റം ഈ ഒരു വെള്ളം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫൈനൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും അല്ലേ. അതെ അതെ, ഫൈനൽ പോളിഷിന്റെ ആ കളറാണ് ഈ കാണിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാ വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്കൊരു 60 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 മുതൽ ഏകദേശം ഫ്രഷ് പീസ് കൊടുക്കാൻ പറ്റും. നാനോ വെയിറ്റ്, ഇതിപ്പോ നാനോ വെയിറ്റ് പാർട്ടിക്ക് അനുസരിച്ചിട്ട് മോൾഡിംഗ് കഴിഞ്ഞിട്ടില്ല. ഇല്ല, മോൾഡിംഗ് കഴിഞ്ഞില്ല. മോൾഡിംഗ് കൂടി കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ. അതെ അതെ അതെ, അതിപ്പോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. മോമക എവിടെ കളി എന്താ കളക്ഷൻസിന്റെ ഒരു പൂരം തന്നെയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. മെയിൻ ആയിട്ട് ഇന്ത്യത്തെ ഐറ്റാണോ അല്ലെങ്കിൽ പുറത്ത് ഇമ്പോർട്ടഡ് ആയിട്ടാണോ വരുന്നത്? കൂടുതൽ നമ്മുടെ അടുത്തുള്ളത് ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് ഉള്ളത്. ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞാല് തുർക്കി, സ്പെയിൻ, വിയറ്റ്നാം, അതുപോലെ തന്നെ പല പല കൺട്രീസിൽ നിന്ന് വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ട്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാധനം വെക്കുന്നത്. ഫുള്ള് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് ഇറ്റാലിയൻ മെയിൻ, അതായത് ഇമ്പോർട്ടഡ് കളക്ഷൻസിന്റെ വൻ ശേഖരമാണ് ഇവിടെ ഉള്ളത്. ഒരു ഷീറ്റ് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരും? ഇങ്ങനത്തെ ഒരു വലിയൊരു ഷീറ്റ് സൈസ്, അതായത് മീഡിയം മുതൽ ലാർജ് സൈസിൽ വരെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു പെർ ഷീറ്റ് ഒരു 30 സ്ക്വയർ ഫീറ്റ് ആയാലും ഇനി അതിന്റെ മുകളിൽ ഗാങ്സോ ഷീറ്റ് വരെ നമ്മൾ അവൈലബിൾ ആണ്. ഗാങ്സോ ഷീറ്റ് എത്ര വലുപ്പം ഉണ്ടാവും? ഗാങ്സോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 60 സ്ക്വയർ ഫീറ്റ് വരെ കവറപ്പ് ആവുന്ന മെറ്റീരിയൽ നമ്മുടെ അടുത്തുണ്ട്. മെറ്റീരിയൽ ആണ് വരുന്നത്. ഇപ്പം പുതിയ പുതിയ മോഡൽ ഇങ്ങനെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ട്. പല പല കളക്ഷൻസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ലെയർ ആയിട്ട് പോണ ഐറ്റം അതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറ്റാലിയൻ പൊതുവേ പോകുന്നത് പറഞ്ഞാൽ ക്രീം ആൻഡ് ബീച്ച് കളറാണ് ഏറ്റവും കളർ. നിങ്ങൾക്കൊന്ന് കാണാം, ജാറോറയിൽ വരുന്ന നല്ല 18 mm തിക്നെസ്സിൽ നല്ല അടിപൊളി കളറാണ്. അതായത് ഏറ്റവും ട്രെൻഡിങ് എക്സോട്ടിക് മാർബിൾ തന്നെ അടിപൊളിയായിട്ട് പോകുന്ന സാധനം. ഈ ഐറ്റാണ് ഏറ്റവും കൂടുതൽ ഇറ്റാലിയനിൽ പോണത് അല്ലേ. അതെ അതെ, ഇത് പിന്നെ വേറെയും കളേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിയാലോ, കണ്ടുനോക്കാം. കാരണം ഒരു വീട്ടിലേക്ക് നിങ്ങൾ വീടിന്റെ പണി നടക്കുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് മോമക മൊത്തത്തിൽ ഒരു സൊല്യൂഷൻ കാണിച്ചു തരും. ഓക്കെ, എന്തായാലും കാണിച്ചു തരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഏതായാലും കളേഴ്സിലേക്ക് പോവാം. ഓരോ നമുക്ക് നോക്കാം. ഷുഗർ ബീച്ച്, ഷുഗർ ബീച്ചിന്റെ നല്ല അടിപൊളി കളക്ഷൻ ആണ്. ഇതൊക്കെ മൊത്തത്തിൽ ഇറ്റാലിയൻ ആണ് വരുന്നത്. ഇത് പോളിഷ് കഴിഞ്ഞതല്ലോ, പോളിഷ് ഫുൾ ആയിട്ടില്ല. എന്നാലും ഒരു 60-70% കഴിഞ്ഞിട്ടുണ്ട്. പോളിഷ് ആയിട്ടുണ്ട്. സാധാരണ ഒരു മാർബിൾ എടുക്കുമ്പോൾ ഫുള്ള് പോളിഷ് ചെയ്യണ അത്ര ഇതിൽ വരില്ല. ഫ്ലോർ ലെവലിലാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോളിഷ് വരിക. കാരണം പറഞ്ഞാല് നമ്മൾ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ അതാണ് അതിന്റെ ഫിനിഷിംഗ് വരുന്നത്. ഇത് ഒന്നുകൂടി പറഞ്ഞാല് ഫാക്ടറി പോളിഷിംഗ് മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഐറ്റം ഏതാണ് വരുന്നത്? ഇവിടെ നോക്കാം നമുക്ക്. അർബസ്കാറ്റ കാറ്റഗറിയിൽ നല്ല ഇതൊക്കെ ഒരു വെറൈറ്റി സാധനം അല്ലേ. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കളേഴ്സ് വരുന്നുണ്ട്. ക്രീം ഉണ്ട്, ബ്ലൂ കളർ ഉണ്ട്, റെഡ് ഉണ്ട്, ഇനി വൈറ്റ് സ്പോട്ടും ഉണ്ട്. വെറൈറ്റി ഐറ്റംസ് ആണ്. ഓക്കെ, ഇനി അഥവാ ഇവിടുന്ന് ഇപ്പം എത്ര സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്ക് എടുത്താലാണ് നിങ്ങൾ ഓൾ കേരള ഡെലിവറി കൊടുക്കുക? അതായത് 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലാണെങ്കിൽ ഓൾ കേരള നമ്മൾ എവിടെ ഡെലിവറി കൊടുക്കും. 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയൊക്കെ ഡെലിവറി ചെയ്തു. ഓക്കെ, അതിന്റെ ചോടയാണെങ്കിൽ അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഒരു 800 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഇറ്റാലിയൻ അല്ലാതെ വേറെ ഏതാ സ്പെയിനിന്നൊക്കെ വരുന്നത്? അത് ഇറ്റാലിയൻ ഐറ്റം തന്നെയാണോ? അത് സ്പെയിൻ തന്നെ ഒറിജിനൽ വരുന്ന മെറ്റീരിയൽസ്. ഒന്ന് ജസ്റ്റ് കാണിക്കാൻ പറ്റുമോ? ഇതാണോ സ്പെയിൻ്റെ? ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ. ഒരു അട്രാക്ഷൻ സാധനമല്ലേ. ഇതിന്റെ പേരെന്താ വരുന്നത്? ഇത് ബ്രഷ് ഓണിച്ചിട്ടാണ് കാറ്റഗറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാർബിൾ കാണിക്കാൻ അറിയുള്ളൂ. ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഇത് 80 mm തിക്നെസ്സിൽ വരുന്ന, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ ഷെയ്ഡ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്രീം ഉണ്ട്, ബീജ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പല കളേഴ്സ് മിക്സ് ആയിട്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് അഡീഷണൽ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കാറുണ്ടോ? അഡീഷണൽ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ പറഞ്ഞാല് 50-50 ആണ്. അതായത് വർക്ക് ഇതിന്റെ ഒരു മസ്റ്റ് ആയിട്ട് സംഭവം. ഇതിന്റെ പണി അതിന്റേതായ രീതിയിൽ എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല.
അപ്പൊ എടുക്കുന്ന പണിക്കാർ ടോപ്പ് ആയിരിക്കണം എന്നുള്ളത് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനോടും അല്ല നിങ്ങൾ പണിക്കാർ റെഡിയാക്കി കൊടുക്കും, നമ്മൾ പണിക്കാർ റെഡിയാക്കി കൊടുക്കും, ഓൾ കേരള റെഡിയാക്കി കൊടുക്കും. ഓക്കെ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കാരണം ഇവര് തരുന്ന സാധനമുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് പണിക്കാരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഹോംവർക്ക് തന്നെ റെഡിയാക്കി കൊടുക്കും, ഓൾ കേരള ലെവലിൽ റെഡിയാക്കി കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സാധനം എത്തിച്ചും കൊടുക്കും. ഫ്രീ ഡെലിവറി ഉണ്ട്. ഇത് കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ എവിടെ വരുന്നത്? ഇത് നമ്മൾ ലൊക്കേഷൻ വരുന്ന പറഞ്ഞാൽ തളിപ്പറമ്പ് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് കുപ്പം പാലത്തിന്റെ അടുത്തായിട്ട്, അതായത് കണ്ണൂർ തളിപ്പറമ്പാട്ട് വരുന്നത്. ഇനി അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഇവിടുന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് മോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് പറഞ്ഞു. സംഗതി ശരിയാണോ? കാരണം കൗണ്ടർ ടോപ്പ് ഒക്കെ ഒരുപാട് ആൾക്കാർ കിച്ചണിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ കട്ടിങ്ങിൽ പൊട്ടുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ മോൾഡ് ചെയ്യുമ്പോൾ അവിടുന്ന് പൊട്ടുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഒക്കെ സെറ്റാക്കി നിങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ ഇനി അഥവാ ഇവരെ കയ്യിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാലും നമ്മൾ മാറ്റിയാൽ കൊടുക്കും ചെയ്തു കൊടുക്കും. കാരണം നമുക്ക് അറിയണ്ടല്ലോ, നമ്മളെ ഉത്തരവാദിത്തം ഫുള്ള് നിങ്ങളെ ഏൽപ്പിച്ച് പോവുകയാണല്ലോ. നെക്സ്റ്റ് ഒരു ഷോറൂം ഉണ്ട്. ഷോറൂം അടുത്ത എവിടെയാണ്? പിന്നെ വരുന്നത് പുതിയൊരു ഇനി നെക്സ്റ്റ് അവിടേക്കാണ് പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ ആൻസർക്കാ? എവിടെ ഷോപ്പ് എവിടെ? ഇത് പുതിയ തരും. അവിടെ നമ്മൾ ഇമ്പോർട്ടഡ് ഐറ്റം നോക്കുകയാണെങ്കിൽ ഇവിടെ പക്ക ഇന്ത്യൻ മെയ്ഡ് അല്ലേ? ഇന്ത്യൻ മെയ്ഡ് സാധനം. ഇതെന്താ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ? ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ശരിക്കും മനസ്സിലാവുമല്ലോ അതിന്റെ കളർ എന്താണ്. ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ഇത് പോളിഷ് കഴിഞ്ഞ് ഫൈനൽ വരുന്ന സ്റ്റേജ് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് കാണല്ലോ. അതെ. നിങ്ങൾ കസ്റ്റമേഴ്സിന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്തോണ്ടിരിക്കും. അതെ. അപ്പോ ഈ ഒരു ഐറ്റം ഈ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫൈനൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും അല്ലേ? അതെ. ഫൈനൽ പോളിഷിന്റെ ആ കളറാണ് ഈ കാണിക്കുന്നത്. ഏകദേശം എത്ര മോഡൽ വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ? ഇന്ത്യൻ മോഡലിലേക്ക് വരാണെങ്കിൽ ഇന്ത്യൻ മോഡലാണെങ്കിൽ ഏതാണ്ട് ഒരു 10-15 മോഡൽ വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാ വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്കൊരു 60 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 മുതൽ ഏകദേശം ഫ്രഷ് പീസ് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് എൻഡ് പ്രൈസ് എങ്ങനെയാ വരുന്നത്? എൻഡ് പ്രൈസ് മോർവേഡില് അങ്ങനെ ഒരു എൻഡ് പ്രൈസ് പറയാൻ പറ്റില്ല. ഒരു 900 വരെ ഒക്കെ പോകുന്ന പ്രൈസ് വരുന്നുണ്ട്. അത് ഇറ്റാലിയനിൽ അത്യാവശ്യം പ്രൈസ് കൂടിയ നിങ്ങളെ ഷോറൂം തന്നെ അവിടെ കാണിച്ച്. അതെ. അപ്പൊ ഇവിടേക്ക് ഇന്ത്യൻ മെയ്ഡിലേക്ക് വരുമ്പോൾ എന്തായാലും പ്രൈസ് കുറഞ്ഞിട്ടുണ്ടല്ല. പൊതുവെ വൈറ്റ് മാർബിളിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അത് എത്രത്തോളം വൈറ്റ് ആകുന്ന അതിനനുസരിച്ചിട്ട് അതിന്റെ റേറ്റ് മുകളിലോട്ട് അപ്പായിട്ട് പോകും. ഫില്ലിംഗ് ഉള്ള സാധനങ്ങളൊക്കെ ഒരു 45 രൂപ മുതൽ മുകളിലോട്ടേക്ക് കൊടുക്കാൻ കഴിയും. ഏതാണ്ട് ഫ്രഷ് ആകുമ്പോ ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത ഒരു മീഡിയം റേഞ്ച് മാർബിൾ ആകുമ്പോ ക്വാളിറ്റി ഉണ്ടാവും. ഏകദേശം കുറച്ച് വൈറ്റിന്റെ അതേ കളർ കിട്ടൂല്ലെങ്കിലും കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും ഉണ്ടാകുക. കട്ടിങ് വരുന്നുണ്ടല്ലേ? കട്ടിങ് ഉണ്ട്. കാരണം ഇപ്പൊ നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടുന്ന് ഇപ്പൊ കൗണ്ടർ ടോപ്പിന്റെ ഇതും കട്ട് ചെയ്ത് വെച്ചാന്നുണ്ടല്ലേ? അതെ. ഇത് നാനോ വൈറ്റ്. ഇതിപ്പോ നാനോ വൈറ്റ് ഇതേമാതിരി ബേസിന്റെ പാർട്ടിക്ക് അനുസരിച്ച് മോൾഡിംഗ് കഴിഞ്ഞിട്ടില്ല. ഇല്ല മോൾഡിംഗ് കഴിഞ്ഞില്ല. മോൾഡിംഗ് കൂടി കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ? അതിപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പൊ അളവ് കാര്യങ്ങളൊക്കെ തരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മോൾഡ് വരെ ചെയ്തിട്ട് കറക്റ്റ് തരും. ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് പുതിയ തരും. കണ്ണൂരിൽ നിന്ന് 5 കിലോമീറ്റർ പയ്യന്നൂർ പോകുന്ന റോഡിൽ. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം 3 ഷോറൂം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി നെക്സ്റ്റ് ഷോറൂമിലേക്ക് നമുക്ക് പോവാം. ഫൈനലി 3ാമത്തെ ഷോറൂമിലേക്ക് വന്നപ്പോ സങ്കടം എന്താ അറിയോ? ഇന്റെ അതേ പേരിലുള്ള ഒരാളാണ് മുക്താർ തന്നെ അല്ലേ? മുക്താറും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഒരു ഓഫർ വേണ്ടേ? വണ്ടർ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർബിൾ. ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? ഇതെല്ലാവരും 100 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, കണ്ണൂർ തന്നെ 3 ഷോറൂം ഇവർക്ക് ഉണ്ടെങ്കിൽ അല്ലെ? 3 ഷോറൂം ഇവർക്ക് ഉണ്ടെങ്കിൽ എത്രത്തോളം ഇവരെ മാർക്കറ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് തന്നെ പോയ ഷോപ്പിൽ തന്നെ നമുക്ക് ഫുള്ള് ഇറ്റാലിയൻ ഐറ്റംസ് അല്ലെ? ഇറ്റാലിയൻ മാർബിൾസ് മാർബിൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് മാത്രമാണ് വരുന്നത്. അതില് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഗ്രേഡഡ് ആയിട്ട് നാട്ടിൽ കിട്ടാത്ത നാട്ടിൽ കാണാത്ത പൊതുവെ കാണാത്ത ഐറ്റംസ് വെറൈറ്റി സെലക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഞാൻ അതേപോലെ സെക്കൻഡ് അതായത് പിക്ക് ചെയ്ത് അതായത് നമ്മളെ ഓരോരോ സാധനം അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് മാത്രം കൊണ്ടുവന്ന് വെച്ചോ. അതിന്റേതായ വൃത്തിയും ഇതുണ്ട് സാധനത്തിന്. എടുത്തു കഴിഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വേറെ നെക്സ്റ്റ് കാണിക്കാൻ പറ്റിയ മുതൽ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ മോർച്ചാന വൈറ്റ് നാട്ടിൽ മാറുള്ളത്. വലിയ സൈസായി ഫുള്ള് ഒരു സെൻട്രലിലേക്ക് തന്നെ 4 സ്ലാബ് 5 സ്ലാബിൽ തരും. ഒരു വലിയ സംഭവങ്ങളിലേക്ക് 4-5 സ്ലാബ് കൊണ്ട് സാധനം കഴിയും. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? ഇതൊരു 35-40 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചിട്ട് ഒരൊറ്റ തന്നെ 35-40 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതാ ഓണിക്സ്. നമുക്ക് കൂടുതൽ വരുന്നത് ഓണിക്സ്. ഇത് സോൾഡ് ആയതാണോ? സോൾഡ് ഔട്ട് ആയി. ഒണിക്സ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് മൊത്തം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഒരു സാധനം സോൾഡ് ഔട്ട് ആയതിനു ശേഷം തന്നെ 4 കസ്റ്റമർ വന്ന് ചോദിച്ച സാധനമാണ്. ഇപ്പൊ ഇതിന്റെ ബാലൻസ് ആണ്. ഇത് ഏതാണ്? ഓണിക്സിന്റെ ബാലൻസ് ആണ്. ഇതാണ്. ഓക്കെ, ഈ സൈഡ് അല്ലേ? കുറഞ്ഞ സൈഡ് ഉള്ളല്ലോ. അല്ല, ഇത് തീർന്ന് ഇതും കഴിഞ്ഞിട്ടാണ്. രണ്ടെണ്ണം പറഞ്ഞ ഇത് സാധനം തീർന്നു.
ആ ഓക്കെ. ഈ ഓണിക്സ് അല്ലാതെ ഏറ്റവും കൂടുതൽ പോണ മൂവിങ് ഉള്ള പിന്നെ നെക്സ്റ്റ് പിന്നെ വരുന്നത് നമുക്ക് കട്നിയാണ്. കട്നീന്റെ സൈഡിൽ പറഞ്ഞാല് നല്ല ഹെവി ജംബോ സൈസ് കട്നിയായി വരാൻ പറ്റും. ഇതില് ഡയമണ്ട് ഡിസൈൻ ആണ് പൊതുവെ കട്നി ഡയമണ്ട് ഡിസൈനിൽ വരുത്തും. സ്ട്രൈറ്റ് ലൈനും വരുത്തുണ്ട്. സ്ട്രൈറ്റ് ലൈനെക്കാട്ടി കുറച്ചും കൂടി ഡയമണ്ട് ആൾക്കാർ പ്രിഫർ ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ തന്നെ ഇതിലാണ് 2 അട്ടി പറയുണ്ട്. ഡയമണ്ടിൽ തന്നെ വേറെ പിന്നെ സ്ട്രൈറ്റ് ലൈൻ മോർച്ചാനുണ്ട്. സ്ട്രൈറ്റ് ലൈൻ അല്ലേ? സ്ട്രൈറ്റ് ലൈൻ മോർച്ചാണല്ലേ? ഇതൊക്കെ ഇത് 35 സ്ക്വയർ ഫീറ്റ് അല്ലേ ഏകദേശം വരുന്നത്? ഇതൊരു 35 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഓക്കെ. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? 160, 140 ആ റേഞ്ചിൽ പല കാറ്റഗറിയിലും വരുന്നുണ്ട് സാധനമുണ്ട്. ഓക്കെ. പിന്നെ ഗോൾഡൻ മോർച്ചാന ഗോൾഡൻ മോർച്ചാന. ഇതൊക്കെ ശരിക്കും നമ്മൾ ആ ഒരു പോളിഷിങ് കഴിഞ്ഞാലല്ലേ ആ ഒരു ഗ്ലേസിങ് കറക്റ്റ് കിട്ടല്ലേ? സാധനത്തിന്റെ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ വെള്ളം ഒഴിച്ച് കാണിക്കാം. ഇതിന്റെ ഇടയ്ക്ക് അടുത്ത വീഡിയോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അതിന്റെ ഇടയ്ക്ക് വീഡിയോ വെള്ളം ഒഴിച്ച് കാണിച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെ വൈറ്റ് ഷെയ്ഡിൽ നോക്കുന്നെങ്കിൽ നമുക്കിപ്പോ മോർവാർഡ് വൈറ്റ് ഉണ്ട്. മോർവാർഡ് വൈറ്റ് അല്ലേ? നല്ല അടിപൊളി വൈറ്റ്. ജസ്റ്റ് ഒരു ലൈൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പ്യൂർ വൈറ്റ് ആയി. ചെറിയൊരു ലൈൻസ് മാത്രല്ലേ പ്യൂർ വൈറ്റ്? ഇതൊക്കെ സ്റ്റോക്ക് ഇല്ലേ? ഇത് 3000 സ്ക്വയർ ഫീറ്റിന് 4000 സ്ക്വയർ ഫീറ്റ് എടുത്തിട്ടുണ്ട്. സാധനം ഉണ്ട് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഗോൾഡൻ മോർച്ചാൻ നോക്കാം. ഗോൾഡൻ കട്നീന്റെ വേറെ ഐറ്റംസ് നോക്കാം. ഇത് മറ്റേ അവിടെ കാണിച്ച നമ്മളെ ഗോൾഡൻ മോർച്ചാന്റെ അല്ല, കട്നിയില്ലേ ഡയമണ്ട് ഡിസൈൻ കട്നി വരച്ചില്ല, അതിന് തന്നെ ലോട്ട. ഇതൊരു 6000 സ്ക്വയർ ഫീറ്റ് ലോട്ട ടോട്ടൽ രണ്ടും കൂടിയിട്ട്. സാധനം ക്വാണ്ടിറ്റി ഒരു വലിയ വീട്ടിലേക്കെല്ലാം വേണ്ടൽ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇത് ടൊറന്റോ നട്ട്. ചുരുക്കം പറഞ്ഞാൽ വീട് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ നോക്കാന്നല്ലാതെ വേറെ നിവർത്തില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഷോറൂമുകളും കേറി ഇറങ്ങിയോടുക്കാണ് ഇപ്പൊ ഞാന്. നല്ല പോണ്ട നമ്മളെടുത്തുണ്ടോ. പിന്നെ ഇത് തലായി വെയിറ്റ്, അതായത് സ്പോട്ട് വെയിറ്റ് നട്ടില് മാർബിളാണ്. ഇതെല്ലാം നല്ല ക്വാളിറ്റിയിൽ, അതായത് ഹാർഡ് സ്റ്റോണിന് കാറ്റഗറിയിൽ വരുന്ന സ്റ്റോണിൽ വരുന്ന സാധനങ്ങൾ. ഇത് എന്റെ അപ്പുറം ഉണ്ട്. 4-5 അട്ടി ഉണ്ട്. ഒരു 400 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചിട്ടുണ്ടോ. ഓക്കെ. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഈ ഒരു കണ്ണൂർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 ഷോറൂമിൽ ഏതാണോ ക്വാളിറ്റി വേണ്ടത് അതിനനുസരിച്ച് തരം തിരിച്ചിരിക്കണം അല്ലേ? കണ്ണൂരാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും ഒരു നാട്ടിലേക്കും വേണ്ട സാധനം നമുക്കുണ്ട്. അതായത് ഓൾ കേരള ഡെലിവറി കൂടി ഉണ്ട്. ഓക്കെ. ഡെലിവറി സംഭവം ഫ്രീ ആയിട്ട് ഡെലിവറിയാണ്. ബാക്കി ഒന്നും ടെൻഷൻ അടിക്കേണ്ടവർക്ക് അവർക്ക് സാധനം വേറെ സെലക്ട് ചെയ്യാം. ഞാൻ എന്തായാലും 3 ഷോറൂമിന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക അല്ലെ? ആവശ്യമുള്ള ആൾക്കാർ എന്തായാലും വിളിക്കട്ടെ. വിളിച്ചിട്ട് നമ്മൾ ബാക്കി ഡയറക്റ്റ് ബാക്കി കാണാം.